എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചിട്ട് എനിക്ക് എന്താണോ മടുപ്പായിട്ടോ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് തോന്നാം. ഇവിടെ സാധാരണ എപ്പോഴും ഇഡ്ഡലി ദോശയാണ് ഉണ്ടാക്കാറുള്ളത്. എനിക്ക് ടിഫിൻ കഴിക്കുന്ന ആ ഒരു സംഭവം അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. എനിക്ക് രാവിലെ എപ്പോഴും ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ ചെറുപ്പം മുതലേ രാവിലെ ചോറ് കഴിച്ച് വളർന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ടിഫിനേക്കാളും ഇഷ്ടം ചോറ് കഴിക്കുകയാണ്. പിന്നെ ഇവിടെ ചോറൊക്കെ ഉച്ചയ്ക്കേ വയ്ക്കുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ടിഫിൻ കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സേമിയ കൊണ്ട് ഉപ്മാവാണ് ഉണ്ടാക്കണത്. എനിക്ക് സാധാരണ ഉപ്മാവിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ സേമിയ ഉപ്മാവും. ഇവിടെ പട്ടുവിനൊക്കെ ആദ്യം ഞാൻ നൂഡിൽസാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് സേമിയ ഉപ്മാവൊക്കെ കൊടുക്കുമായിരുന്നു. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. പക്ഷേ ഞാനൊരു റെഡ് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. പട്ടുവിനെ ഇന്നും കൂടിയും ദോശ കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഗോതമ്പ് ദോശയാണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നോർമൽ ദോശയാണ് കേട്ടോ, കല്ല് ദോശ പോലെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ഒരു കാരം പോലെ ഒരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഉണ്ടാക്കണേ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പട്ടുവിന് മാത്രമേ ക്ലാസ്സിന് വിടണ്ടോ. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. കുറേ തുണികൾ മടക്കാനായിട്ടുണ്ടായിരുന്നു. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് കേട്ടോ ഈ തുണികളൊക്കെ മടക്കി വെക്കുള്ളൂ. എന്നും തുണി മടക്കി വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വട്ടാവും, കാരണം അത്രയും തുണികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം മടക്കുമ്പോൾ പിള്ളേരെയും വിളിച്ച് അവരുടെ ഡ്രസ്സുകളൊക്കെ അവരെ കൊണ്ട് മടക്കി വെപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ചുണ്ടും കുറച്ച് നേരം അവൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കണ്ടു കേട്ടോ. ചുണ്ടുവിന് ലഞ്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും പട്ടു വന്നു. അങ്ങനെ പട്ടുവിൻ്റെ കൂടെ ഇരുന്നിട്ട് ഫുൾ സിനിമ കണ്ടു കേട്ടോ. നല്ല സിനിമയായിരുന്നു, ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും നല്ല ഇഷ്ടപ്പെടും. അത്രയും നല്ല രസമാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പട്ടുവിനെ ട്യൂഷനാക്കാൻ വേണ്ടി പോയി. ചില ദിവസം ഞാൻ ട്യൂഷനാക്കാനായിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. അവിടെ കുറേ കുട്ടികളൊക്കെ ഉള്ള കാരണം അവിടുത്തെ ആൻറ്റിയായിട്ട് ഞങ്ങൾ നല്ല കമ്പനിയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചില ദിവസം പോകാറുണ്ട്. ചില ദിവസം അവളുടെ മാമിൻ്റെ കൂടെയാണ് നടന്നു പോവും. ഇതാണോ സാറ്റർഡേ സ്കൂൾ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പട്ടുവിന് സ്കൂളുണ്ടാവും, ചുണ്ടുവിന് സ്കൂളില്ല. പട്ടു പോകുമ്പോൾ 8 മണിക്കാണ് പോവുക. പോയിട്ട് തിരിച്ച് വരുമ്പോൾ 2 മണി കഴിയും. അത് കഴിഞ്ഞ് 2:30 ആകുമ്പോഴേക്കും കുട്ടിക്ക് ട്യൂഷന് പോകണം. 2:30ക്ക് ട്യൂഷന് പോയി കഴിഞ്ഞാൽ 4:30 ആകുമ്പോഴേക്കും ഭരതനാട്യം ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എടുത്തിട്ട് നമ്മൾ വീണ്ടും അവിടെ കൊണ്ടുവിടണം. പിന്നെ കൊണ്ടുവിട്ടിട്ട് 5:30 ആകുമ്പോഴേക്കും നമ്മൾ എടുത്ത് വരണം. അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 5:30 5:45 ആവും. 6 മണി വരെ കുട്ടി ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് ചുണ്ടുവിന് 1-2 ചോക്ലേറ്റൊക്കെ വാങ്ങി കൊടുത്ത് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. നമുക്ക് പുറത്തേക്കൊക്കെ പോകുന്നെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം ഈ ഒരു നേരമായിട്ടോ. 4 മണി തൊട്ടിട്ട് ഒരു 6 മണി 6:30 വരെയുള്ള സമയം. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ചുണ്ടിന് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തു. നൈറ്റ് ആയപ്പോൾ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നും കഴിക്കാണ്ട് കിടക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് കുറേ നാളായിട്ട് നമ്മുടെ പുഷ്പ കണ്ടേ പിന്നെ ഈ പുഷ്പയിലെ സോങ് എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്യണം റീൽ ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഒരുങ്ങുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഒരുക്കൊക്കെ കഴിഞ്ഞ് ഒരു 1-1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും കേട്ടോ ചെയ്യാനായിട്ട്. കുറേ നാളായിട്ട് ആ ഒരു വശത്തേക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 11 മണിക്കാകുമ്പോഴേക്കും ഭയങ്കര വിശപ്പ്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹാഫ് അൽഫാം ഓർഡർ ചെയ്തായിരുന്നു. പിള്ളേരൊക്കെ അപ്പോഴേക്കും ഉറങ്ങിയിട്ടോ. അവർ പിടിച്ച് വലിച്ച് എണീപ്പിച്ച് കൊടുത്തു.